നട്ടുച്ച വെയിലത്ത് നമ്മൾ അവിൽ മിൽക്ക് കഴിക്കാൻ പോവുകയാണേ. എന്തെന്നറിയില്ല, അവിൽ മിൽക്ക് കഴിക്കണമെന്ന് തോന്നി. എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഇതിനോട് വലിയൊരു ഇൻട്രസ്റ്റൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇഷ്ടംപോലെ അവിൽ മിൽക്കിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മിസ്സായിപ്പോയി. പുല്ലാട്ട് അങ്ങനെയൊന്നും അവിൽ മിൽക്കിൻ്റെ ഷോപ്പ് ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പം നമ്മൾ തിരുവല്ലയ്ക്ക് പോകുന്ന വഴിക്ക് മഞ്ഞാടി കഴിഞ്ഞിട്ടൊരു അകത്തൊരു ഷോപ്പുണ്ട്. അത് ഞാൻ കണ്ടു വെച്ചൊരു കടയായിരുന്നു. നമ്മൾ യാദൃശ്ചികമായിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ ഇതുപോലെ അവിടെ അവിൽ മിൽക്കൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ച് കഴിച്ചതാണ്. പോകുന്ന വഴിക്ക് ഇതാ മോളെ കൂടെ കണ്ടു. അവൾക്ക് എലിവേറ്റർ ഒരു സ്കൂളിൽ വെച്ച് സ്പോർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് സംസാരിച്ച് നമ്മൾ നേരെ കടയിലോട്ടെത്തി. നല്ല അടിപൊളി കടയാണ്. നമ്മൾ വരുമ്പോഴൊന്നും ഇവിടെ വലിയ തിരക്കൊന്നും കാണാറില്ല കേട്ടോ. നല്ല നീറ്റാണ്, നല്ല അടിപൊളിയാണ്. ഫുഡാണെങ്കിലും നല്ല അടിപൊളിയാണ്, വലിയ റേറ്റും ഇല്ല. നമ്മൾ അധികം ഓർഡർ ചെയ്യുന്നതാണ് ഇവിടെ വന്ന ഈ ചിക്കൻ്റെ കട്ട്ലേറ്റ്. അത് നല്ല ചൂടോട് കൂടിയിട്ട് അവർ ഉണ്ടാക്കി തരുന്നത് കേട്ടോ. നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ടാക്കി തരുന്നത്. പിന്നെ അവിൽ മിൽക്ക് വന്നു. പിന്നെ ശ്രീയേട്ടനൊരു വാട്ടർമെലൻ ജ്യൂസും മേടിച്ചായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. അവിൽ മിൽക്കും അടിപൊളിയാണ്, സൂപ്പറാണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ അവിൽ മിൽക്കിൻ്റെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ അത്രയൊന്നും ഇല്ല. നല്ല ഉള്ളതാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആ വിഷമകരമായ കാര്യം അറിഞ്ഞത് കേട്ടോ. അവിടെ നിൽക്കുന്ന ചേച്ചിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഷോപ്പ് അടയ്ക്കുവാണ്, വലിയ സെയിലും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഷോപ്പ് അടയ്ക്കാൻ പോകുമെന്ന്. എനിക്കത് കേട്ടപ്പം ഭയങ്കര വിഷമമായി കേട്ടോ. എനിക്ക് ആകെ കിട്ടിയൊരു നല്ലൊരു സ്പോട്ടായിരുന്നു. എൻ്റെ അവിൽ മിൽക്കും പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഒത്തിരി തവണ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കാർ ഇവിടെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി നമ്മൾ തിരിച്ചു പോയത് കേട്ടോ.